ഇസ്രയേലുമായി ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും ഇപ്പോൾ തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനും ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന സന്ദേശം ഞങ്ങളുടെ ആക്രമണം ഇസ്രയേലിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ പോകുന്നു എന്നാണ്. മാത്രമല്ല, ഇപ്പോഴുള്ള ആക്രമണം തന്നെ ഇസ്രയേലിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതിലധികം ഗൗരവതരമായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഭൂമിക്കടിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് അന്താരാഷ്ട്ര ലോകം വിലയിരുത്തുന്നത്. ഇന്ന് ഇറാൻ റിഷോൺ ലെസിയോൻ എന്നറിയപ്പെടുന്ന ടെല്ലബീബിന്റെ തെക്ക് ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്, തീരപ്രദേശമാണ്. അവിടെ ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഭാഗമാണത്. അവിടെ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രങ്ങളാണിത്. റഷ്യൻ RT അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഈ ചിത്രമടക്കം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ നഗരം ഇറാന്റെ ആക്രമണത്തിൽ പൂർണ്ണമായും ഈ ഭാഗമെല്ലാം തകർന്നിരിക്കുകയാണ്. അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഈ സമയങ്ങളിൽ, ഈ ഇന്നലെ വൈകുന്നേരം മുതൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പുകളായി അയക്കുന്ന മിസൈലുകൾക്കെല്ലാം കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാതെ വരുന്നത് ഗുരുതരമായ സാഹചര്യമാണ് ടെല്ലബീബിലും ഇസ്രായേലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന ഇറാന്റെ സന്ദേശം ഇനി വരുന്നത് 2000 മിസൈൽ ഉപയോഗിച്ചിട്ടുള്ള കടുത്ത ആക്രമണമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ നടത്തിയ ആക്രമണത്തിന്റെ 20 ഇരട്ടിയാണ് എന്നാണ്. ഈ 2000 മിസൈലുകളും ഒരേ സമയത്ത് തൊടുത്തുവിടാനാണ് ഈ ഇറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് തടുക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധിയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിലുള്ള ഒരു പ്രസ്താവന. ട്രംപ് ഇപ്പോൾ ഏകദേശം 180 ഡിഗ്രി തിരിച്ചു വച്ചിരിക്കുകയാണ്. ഇന്നലെ ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ രൂപത്തിൽ ഇസ്രായേലിന്റെ നന്ദി പറഞ്ഞു. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ്, ഞങ്ങളുടെയൊക്കെ സുരക്ഷയാണ് ഇസ്രായേൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നു, ഞാൻ നെതന്യാഹുവിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വേണ്ട, ഇത് അനുയോജ്യമായ സമയമല്ല എന്ന്. അതായത് ഇറാന്റെ തിരിച്ചടി ശക്തമാകുമ്പോഴാണ് അവസരം ഉചിതമായിരുന്നില്ല എന്ന് ട്രംപിന് തോന്നുന്നത്. പല സമയത്തും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ പിന്മാറുകയാണ് ചെയ്തത്. ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി തന്നെയായിരുന്നു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു ശക്തമായ അറ്റാക്ക് ഇറാനുമേൽ നടത്തി. അതെല്ലാം പലതും മൊസാദ് നടത്തിയ പല രൂപത്തിലുള്ള ചതിപ്രയോഗങ്ങളൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ആക്രമണം വളരെ പെട്ടെന്ന് നടത്തി ഇറാനെ കീഴ്പ്പെടുത്താമെന്നായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഇറാനകത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക, അതായത് അതിന്റെ നേതാക്കളെ വകവരുത്തി പെട്ടെന്ന് ഭരണ അട്ടിമറി നടത്തി ഇസ്രായേലിനെതിരെ വരുന്ന തിരിച്ചടി ഒഴിവാക്കുക. പക്ഷെ അത് സാധ്യമായില്ല. അപ്പോഴാണ് രണ്ടാമത്തെ കാര്യം, ഇത്രയും ആളുകളെ കൊന്ന് നിങ്ങളുടെ ആകാശം മുഴുവൻ ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് ഒതുങ്ങുകയല്ലാതെ മാർഗമില്ല, അതുകൊണ്ട് 2 മണിക്കൂർ സമയം തരാം, ഞങ്ങൾ നിങ്ങളുടെ ആണവ റിയാക്ടർ അടിച്ചു തകർക്കട്ടെ, അതിന് ഞങ്ങളെ അനുവദിക്കുക, ശക്തമായ തിരിച്ചടി ഇസ്രായേലിലേക്ക് നടത്തരുത് എന്നായിരുന്നു പറഞ്ഞത്. എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ബാക്കിയുള്ളത് ഒഴിവാക്കാം, അടിക്കുകയില്ല എന്നായിരുന്നു ഇസ്രായേൽ നൽകിയ സന്ദേശം. പക്ഷെ ഇതൊക്കെ ചതിയുടേതാണ് എന്നും താങ്കൾ തിരിച്ചടിച്ചിട്ടില്ല എങ്കിൽ അതിലേറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയ ഇറാൻ ശക്തമായ രൂപത്തിൽ സയനിസ്റ്റ് രാഷ്ട്രത്തിനെതിരെ ആക്രമണത്തിനുള്ള ഒരുക്കം തന്നെയായിരുന്നു നടത്തിയത്. വൈകുന്നേരമാകുമ്പോൾ തിരിച്ചടി ആരംഭിക്കുന്നു. പെട്ടെന്നാണ് ലോകത്തിന് ഇറാന്റെ ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെടുന്നത്. അത് ബോധ്യപ്പെടുത്താൻ ഇറാന് സാധിച്ചു എന്നത് ഏറെ പ്രസക്തമായ ഒരു കാര്യമായിട്ടാണ് ഇറാൻ മനസ്സിലാക്കുന്നത്. ലോകം ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്.